അതായത് സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കൂടുതൽ ടേസ്റ്റിയാക്കി അവൽ നനച്ചെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. കൂടെ കഴിക്കാൻ പഴം വേണമെന്നൊന്നുമില്ല, പഴം ചേർത്തും ചേർക്കാതെയും വളരെ ടേസ്റ്റിയാണ്. നമുക്കിഷ്ടമുള്ള ഐറ്റമൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. കൂടെ 1 സ്പൂൺ വെള്ള എള്ളൂടെ ചേർക്കുന്നുണ്ട്. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചുകൊണ്ട് എള്ള് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. എള്ള് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. 1-2 എണ്ണം ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ വെള്ള എള്ള് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറുപ്പെള്ളാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്, അതാണ് കൂടുതൽ ടേസ്റ്റും. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതേ കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നട്ട്സ് എടുക്കാവുന്നതാണ്. ഒരല്പം നെയ്യൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അറിയാമല്ലോ, നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട്. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നട്ട്സ് വറുത്ത നെയ്യ് തന്നെ ഉണ്ട്. അതിലോട്ട് കുറച്ച് കപ്പലണ്ടിയൂടെ ചേർത്തിട്ടുണ്ട്, നിലക്കടല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ചെറുതീയിലിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുമായിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ആറട്ടെ. അതൊന്ന് ആറിയതിന് ശേഷം ഒരു ഇടികലിനകത്തൊന്ന് ഇടിച്ചെടുക്കുക. അല്പം തരിതരിപ്പായിട്ട് ഇടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇടികലിനകത്ത് ചേർത്തത്. മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുക. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും പെട്ടെന്ന് അതങ്ങ് പൊടിഞ്ഞു പോകും. ഇടികലിൽ ഇടിക്കുന്നതായിരിക്കും നല്ലത്. അത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പലണ്ടി ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് മാറ്റുകയാണ്. ഇത്ര പെർഫെക്റ്റായിട്ടൊന്നും കിട്ടണ്ട, അല്പം ഒന്ന് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇനി മിക്സർ ജാർ എടുക്കാം. എള്ളിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടും, ഒന്ന് ചുറ്റുമ്പോഴേ പൊടിഞ്ഞു വരും. ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ എള്ളിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും അവൻ നനച്ചതിനകത്ത്. ഇത്രയും പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2.5 സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ശർക്കര ചീകിയത്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കുക. ഇനി ഒരു 4-5 ഏലക്കായുടെ കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുക. കൂടെ വറുത്ത് പൊടിച്ച ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് ചേർത്താലും മതി ജീരകം. ഇനി ചുക്കാണ് ചേർക്കേണ്ടത്. എൻ്റെ ചുക്കുപൊടിയില്ല, അതിന് പകരം ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഗ്രേറ്ററിനകത്തിട്ട് ചുക്ക് കഷ്ണം ഇട്ട് ഉരച്ചെടുത്താൽ മതി. ഇപ്പം ഈ ഒരു ചെറിയ പീസായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തത്. പ്രത്യേകിച്ച് ഏലക്കായുടെ കുരു ഉണ്ടായിരുന്നു, ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതുകൂടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഞാൻ 2 കപ്പ് അവലാണ് എടുക്കുന്നത്. 2-2.5 കപ്പ് ഈ ഒരളവിനെടുക്കാം. ഒരു 3/4 തവി പാലാണ് ഒഴിക്കുന്നത്. ഇനി നല്ലവണ്ണം ഒന്ന് ഞെരടി മിക്സ് ചെയ്യണം. ആ തേങ്ങാപ്പാലൊക്കെ വെളിയിൽ വരുന്ന രീതി, അതായത് ഈ പാലിൻ്റെ കൂടെ തേങ്ങാപ്പാലൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആകണം. നല്ലവണ്ണം ഞെരടി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഞെരടുക. ഇനി ഇതിലോട്ട് അവൽ ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അവൽ വളരെ കനം കുറഞ്ഞ് പേപ്പർ പോലുള്ള അവലാണ്. 2 കപ്പ് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്, ഇല്ലേ 2.5 കപ്പ് ചേർക്കാം. ഇനി ആ തേങ്ങാപ്പാലൊക്കെ അവൽ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ വളരെ കനം കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 3/4 തവി പാലൊഴിച്ചത്. നിങ്ങളെടുക്കുന്ന അവൽ കട്ടിയുള്ള അവലാണെങ്കിൽ ഒരു 1-1.25 തവി പാൽ ഒഴിക്കണം. അപ്പോഴാണ് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നത്. കട്ടിയുള്ള അവല എടുക്കുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വളരെ കനം കുറഞ്ഞ അവലായത് കാരണം മിക്സ് ചെയ്ത ഉടനെ തന്നെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുകയാണ്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പൊടി ചേർക്കുക. കൂടി ഒരല്പം ഉപ്പ്, ബാലൻസ് ആകാൻ വേണ്ടി ഉപ്പ് ചേർക്കണം. 1 സ്പൂൺ നെയ്യ് അതുകൂടി ചേർക്കാം. നെയ്യ് 1-2 സ്പൂൺ ചേർക്കാവുന്നതാണ്. അറിയാമല്ലോ, ശർക്കരയും ആ ചുക്കും എല്ലാം ചേരുമ്പോൾ ആ നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യൂടെ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെയും നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലാണ് ആ നെയ്യും ഉപ്പും മധുരം എല്ലാ ഭാഗത്തും ആകണം.
നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നിങ്ങളുടെ മധുരം പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി എല്ലാം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർക്കുക, കാഷ്നട്ട് ചേർക്കുക, ഇനി എള്ള് ചേർക്കുക, ഇനി സ്പൂൺ വെച്ചാലും മിക്സ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ എള്ളിങ്ങനെ പൊടിച്ച് ചേർക്കുന്ന കാരണം നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര നല്ല മധുരമാണ്, കളറ് തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടുന്നത്. കളറ് കുറവാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് അപാരമാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്ന കുറേ ഐറ്റംസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പംകിൻ സീഡ് കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 4-5 ബദാം എടുക്കുക. ഇതുപോലെ ഒരു നട്ട്സ് ചോപ്പറിനകത്തിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ബദാം ഉണ്ടല്ലോ വലിയ പീസായിട്ട് ഇങ്ങനെ കിടക്കത്തില്ല. നമ്മൾ സാറിന് ഇടിച്ച് ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചീള് പോലെ കിട്ടും, ഒരേ കനത്തിൽ. ഇത് ബദാം ഇട്ടിട്ടുണ്ടെന്ന് പോലും ഇതിൽ അറിയത്തില്ല, നല്ലവണ്ണം മിക്സായി പൊക്കോളും. ഈ ഒരു ചോപ്പർ നല്ല യൂസാണ്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അടിപൊളി ഒരു ഐറ്റമാണിത്. സൺഫ്ലവർ സീഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നട്ട്സ് ബാക്കിയുള്ളതൊക്കെ ചേർക്കാവുന്നതാണ്. പഴം ചേർത്ത് ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ചിലർക്ക് ആ സമയത്ത് മാത്രമായിട്ട് കുറേശ്ശെ ഞെരടി പഴം ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ. പഴം ചേർക്കാതെ ഇത് വളരെ ടേസ്റ്റിയാണ്. അവലിങ്ങനെ വെള്ള തന്നെ വേണമെന്നില്ല, ചുമന്ന അവലായാലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെ ചേർത്തുണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വളരെ ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. അപ്പോഴേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.